ജാതി അധിക്ഷേപത്തെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിലെ ശാന്തിക്കാരൻ വിഷ്ണു PR രാജിവെച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ. വിഷയത്തിൽ പട്ടികജാതി കമ്മീഷനും ദേവസ്വം അധികൃതരും അടിയന്തരമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. ദേവസ്വത്തിലെ ഇടത് യൂണിയന്റെ ഇരട്ടത്താപ്പ് പുറത്തു വന്നുവെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശിച്ചു. നിഷ ദിലീപ് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി. നിഷ, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. ജാതി അധിക്ഷേപത്തിൽ മനം നൊന്താണ് ആ പൂജാരി അവിടെ നിന്നും രാജിവെക്കുന്നത്. ഇടത് യൂണിയൻ നേതാക്കളുടെ നിരന്തരമായ ഭീഷണി, കള്ളക്കേസിൽ കൊടുക്കുന്നു, മനസ്സമാധാനമായി നിന്നെ ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഈ ഇടതുപക്ഷ യൂണിയൻ നേതാക്കൾ പറയുന്നു. ജാതി വെച്ചാണ് ആ പൂജാരിയെ എപ്പോഴും അധിക്ഷേപിക്കുന്നത്. ഈ ദൈവത്തിന് മുൻപിൽ പൂജ ചെയ്യുന്നതിന് ജാതിയൊക്കെ ഉണ്ടോ? ഈ അമ്പലത്തിൽ കയറാത്ത ജാതിയില്ല മതമില്ല എന്ന് പറയുന്ന ഇടതുപക്ഷമാണ് മതേതരത്വത്തെ പറ്റി ഏറ്റവും കൂടുതൽ ഈ കേരളത്തിൽ വാദിക്കുന്നത് ആരാ? പക്ഷേ അതേ നേതാക്കൾ തന്നെയാണ് പല പ്രസ്താവനകളും, വിചിത്രമായ പ്രസ്താവനകൾ നടത്തുന്നത്. ഓക്കെ, എന്തായാലും അതിൽ പുത്തരിയൊന്നുമില്ല. നമുക്ക് എന്തായാലും കഴിഞ്ഞ ദിവസം ആശ്വാസമായി, ആ യുവാവിന് ആശ്വാസമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരുന്നു. പുതിയ ഒരു ക്ഷേത്രത്തിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ആ പൂജാരിക്ക് ഒരു ജോലി നൽകുമെന്ന് അറിയിച്ചു. ഏറെ സ്വാഗതാർഹമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിനെതിരെ എന്തൊക്കെ വിമർശനങ്ങളാണ് നിഷ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്നത്? അശ്വതി, എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പൂജിക്കാൻ അവകാശമുണ്ട്, എല്ലാവർക്കും ശാന്തിക്കാരാവാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഇടത് സംഘടനയിൽ നിന്ന് തന്നെയാണ് ഈ വിഷ്ണു PR എന്ന യുവാവിന് ഈ കടുത്ത രീതിയിലുള്ള ഈ ജാതീയവും തൊഴിൽപരവുമായ ഒക്കെയുള്ള അവഹേളനം നേരിടേണ്ടി വന്നത്. ഇത്തരത്തിൽ വലിയ ഒരു മാനസിക സംഘർഷമൊക്കെ ഉണ്ടായതിനെ തുടർന്നാണ് വിഷ്ണു ജോലി പോലും രാജിവെച്ചത്. എന്തായാലും ജനം TV ആ വാർത്ത പുറത്തു കൊണ്ടുവന്നു. അതിന് പിന്നാലെ തന്നെ പല ക്ഷേത്രങ്ങളിലും ശാന്തിക്കാരനാവാനായി വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. എന്തായാലും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ വിഷ്ണുവിനെ തേടി തൊഴിലുകൾ കൂടുതൽ ക്ഷേത്രങ്ങളിൽ നിന്നും ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇടത് സംഘടനകൾ എല്ലാ ആളുകളും ജാതിയും മതവും ഒന്നുമില്ലാതെ തന്നെ എല്ലാവർക്കും ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിക്കാർക്കും പൂജാരിമാരാവാനായി അവകാശമുണ്ട് എന്ന് വാദിച്ച ഇടത് സംഘടനകളിൽ നിന്ന് തന്നെയാണ് വിഷ്ണുവിന് ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തത്തപ്പള്ളി, അതായത് പറവൂർ ഗ്രൂപ്പിന് കീഴിലുള്ള തത്തപ്പള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു വിഷ്ണു. അവിടെ നിന്ന് അവിടുത്തെ ക്ഷേത്ര ഉപദേശക സമിതിയിലെ ജയേഷ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് വിഷ്ണുവിന് ആദ്യം ഇത്തരത്തിൽ 2024 ഒരു ജാതിപരമായ ഒരു അവഹേളനം നേരിടേണ്ടി വന്നത്. പിന്നീട് പല സ്ഥലത്തു നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായെന്ന് വിഷ്ണു പറയുന്നുണ്ട്. എന്തായാലും വിഷ്ണുവിൻ്റെ ഈ ഒരു കാര്യത്തിൽ, അതായത് വിഷ്ണുവിന് മാനസിക സമ്മർദ്ദത്താൽ ജോലി രാജിവെക്കേണ്ടി വന്നത്, ഇത്തരത്തിൽ ജാതി അധിക്ഷേപം നേരിട്ടതിനെ തുടർന്ന് ജോലി രാജിവെക്കേണ്ടി വന്നത് വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഹിന്ദു സംഘടനകൾ ഈ ഒരു ആവശ്യത്തിൽ വിഷ്ണുവിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ പറഞ്ഞ ജാതി അധിക്ഷേപങ്ങൾ ഇത് ഇടത് സംഘടനകളിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പട്ടികജാതി വകുപ്പും ഒക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ വിഷ്ണുവിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് വിവിധ ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പട്ടികജാതിക്കാരനായതുകൊണ്ടും തനിക്ക് RSS പശ്ചാത്തലമുള്ളതുകൊണ്ടുമാണ് തനിക്ക് ഇത്തരത്തിലുള്ളൊരു ക്രൂരമായ ജാതി വിവേചനം അല്ലെങ്കിൽ തൊഴിൽ അവഹേളനമൊക്കെ നേരിടേണ്ടി വന്നതെന്നാണ് വിഷ്ണു നമ്മളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ബ്രാഹ്മണനല്ലാത്തതിനാൽ വിഷ്ണുവിന് ഈ ഒരു ജോലി രാജിവെക്കേണ്ടി വന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണുവിൻ്റെ ഈ പ്രശ്നത്തിൽ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ പട്ടികജാതി വികസന വകുപ്പും ഒക്കെ ഇടപെടണമെന്നാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ ആവശ്യപ്പെടുന്നത്. ക്ഷേത്ര സങ്കേതങ്ങളെല്ലാം തന്നെ CPM ഭരണത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തത്തപ്പള്ളി ക്ഷേത്രത്തിലെ ദേവസ്വം ഉപദേശക സമിതിയിലെ ഒരു അംഗത്തിൽ നിന്ന് ഇത്തരത്തിൽ അവിടുത്തെ ശാന്തിക്കാരനായ വിഷ്ണുവിന് വളരെ വലിയൊരു ജാതിപരമായ ഒരു അധിക്ഷേപവും അവഹേളനവും ഒക്കെ നേരിടേണ്ടി വന്നത്. എന്തായാലും ഈ കുറ്റക്കാരായവർക്കെതിരെ പട്ടികജാതി കമ്മീഷനും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നാണ് ഹിന്ദു സംഘടനകൾ ആവശ്യപ്പെടുന്നത്. സർദിനിയാണ് മാതൃകാപരമായ ഒരു ശിക്ഷ ഈ കുറ്റക്കാർക്ക് നൽകണം. കാരണം ജാതിയുടെ പേരിൽ ഒരാളെയും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എത്രത്തോളം കാലം പുരോഗമിച്ചിട്ടും ഏറ്റവും കൂടുതൽ നവോത്ഥാനമൊക്കെ മുന്നോട്ട് വെക്കുന്ന ആൾക്കാരാണ് ഈ പിന്തിരിപ്പൻ നയങ്ങളുമായി ഇപ്പോഴും രണ്ടുപേര് പറഞ്ഞു. അവിടെയാണ് അവരുടെ നവോത്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെ, സ്കൂളിൽ പഠിച്ച രണ്ടുപേര് പറഞ്ഞോട്ടെ. NSSൽ ചേർന്നപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രയർ സോങ് ആയിരുന്നു. ആ രണ്ടുപേരും പറയാം. മനസ്സ് നന്നാകട്ടെ, മതം ഏതെങ്കിലും ആയിക്കോട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെങ്ങും മാൻപുകൾ വിടരട്ടെ,
അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് കാണുന്ന പ്രേക്ഷകരെങ്കിലും ഈ വരികൾ മനസ്സിലേക്കെടുത്ത് ആ രീതിയിൽ പ്രവർത്തിക്കുക. ഇടതുപക്ഷം പ്രവർത്തിക്കുമെന്ന് അറിയില്ല. എല്ലാവരിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട അല്ലേ? അതായത് ഒന്ന് പറയും, പക്ഷെ ഞങ്ങൾ വേറൊന്ന് പ്രവർത്തിക്കും. അതാണ് ഈ ഇരട്ടച്ചങ്ക്, ഇരട്ട നിലപാടെന്നൊക്കെ പറയുന്നത്. യെസ്. എന്നാൽ നമുക്ക് കുറേ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് തിരിച്ചെത്താം. ശരി.